എൻ്റെ പേര് കുഞ്ഞുമോഹൻ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. കുറേ വർഷങ്ങളായിട്ട്, ഒരു 10-40 വർഷമായിട്ട് ഞാൻ വെളിയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പം രാവിലെ ടിജോ തോമസിൻ്റെ ഒരു വീഡിയോ ഒന്ന് കാണാനിടയായി. അത് കണ്ടപ്പോഴാണ് ഞാനൊന്ന് വിളിച്ചത്. ഇതിൻ്റെ ഒരു പ്രത്യേക കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു പെന്തക്കോസ്ത് വിശ്വാസിയാണ്. 10-35 വർഷമായിട്ട് വിശ്വാസത്തിലാണ്. അപ്പം ഞാൻ സ്പെഷ്യലായിട്ട് എനിക്ക് വലിയ എന്താ പറയുന്ന യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ അതുപോലുള്ള പബ്ലിസിറ്റി യാതൊന്നുമില്ല, ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ ഈ ഹോൾ നൈറ്റ് പ്രെയർ നടത്തുന്ന ഒരാളാണ്. ഏതെങ്കിലുമൊക്കെ കൂടുതൽ ഞാൻ നോർത്തിലാണ് എൻ്റെ എക്സ്പീരിയൻസ്, നോർത്തിലൊക്കെ പോയിട്ട്. അപ്പോൾ ഈ ഹോൾ നൈറ്റ് പ്രെയർ ഒക്കെ ഇങ്ങനെ നടത്തുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ഓരോ ആവശ്യങ്ങൾക്കും പ്രാർത്ഥിക്കാനായിട്ട് വരും. ഈ കൂണ് പോലെ ഇവനെ പോലുള്ള ഈ ഊളന്മാർ, ഈ വൃത്തികെട്ടവന്മാർ പൊങ്ങി വരുന്നതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്. എനിക്ക് 68 വയസ്സിന് മേലായി. എന്തുകൊണ്ടാണ് ഇവന്മാർ, ഈ തങ്കു അല്ലെങ്കിൽ ടിജോ, ഇവനെല്ലാം ഈ പൊങ്ങി വരുന്നതിന്റെ കാരണം സുനിൽ അറിയാമെന്ന് തോന്നുന്നു. ഒരു കാലത്ത് നമ്മൾ ക്യൂബയിൽ നിന്ന് ഷുഗർ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരുന്നു. അത് കേരളത്തിന്റെ അത്രയും പോലും ഇല്ലാത്തൊരു രാജ്യം ആണത്. പക്ഷേ നമ്മൾ അവരെ ആശ്രയിക്കേണ്ടി വന്നു. 85 ഒക്കെ ആയപ്പോഴത്തേന് നമ്മളത് നിർത്തി. കാരണം നമുക്ക് ആവശ്യമുള്ള ഷുഗർ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നവരോട് ഞാൻ ആദ്യം പറയുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കും. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നു, ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പൊ ചിലർ പറയും ദൈവത്തോട് അല്ലെ യേശുവിനോടെന്ന് പറയും. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോ? അപ്പൊ ചിലർ പറയും ഞങ്ങൾ യേശുവിനോടാണ് പ്രാർത്ഥിക്കുക. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ഇത് ചോദിച്ചതിന് ശേഷമേ ഞാൻ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്നേരം താങ്കളും ഈ പറയുന്ന ടിജോയുടെ ഒക്കെ വേറൊരു വേർഷൻ അല്ലേ അന്നേരം? മനസ്സിലായില്ല. അതായത് താങ്കൾ ഇപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്നോട് പറയണം, ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട്, അതെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും ദൈവത്തോട്. പിന്നെ എന്റെ അടുത്ത് വരുന്നതിന്റെ ആവശ്യം എന്താ? നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക എന്നല്ലേ അവരോട് പറയേണ്ടത്? അതായത് ഞാൻ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് സുനിൽ ഇടയ്ക്ക് കയറിയോണ്ടാണ് ആ സംശയം ഉണ്ടായത്. ഞാൻ അവരോടും പറയുന്നത്, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ കഴിവുള്ളവരായി മാറണം. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വരേണ്ട കാര്യമില്ല. ഇത് തന്നെ ഞാൻ പഠിപ്പിക്കുന്നത്. ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു. 2016 ഞാൻ റിട്ടയർ ആയി. അതിനുശേഷം അന്നും ഇന്നും ഞാൻ അധ്വാനിക്കുന്ന പൈസ കൊണ്ടാണ് ഞാൻ ഓരോ സ്ഥലങ്ങളിലും ചെലവാക്കി പോയി പ്രാർത്ഥന നടത്തുന്നത്. ഞാൻ ഒരുത്തനോട് ഒരു പൈസ മേടിക്കാറില്ല. അപ്പൊ ഇതാണ് ഇതുപോലുള്ള പുള്ളികള് കൂണ് മുളയ്ക്കുന്ന പോലെ മുളയ്ക്കാനുള്ള കാരണം. ഇത് ജനം എന്ത് തിരിച്ചറിയുന്നോ അന്ന് ഇതെല്ലാം നേരെയാവും. ഇവന്മാരിൽ വ്യാപരിക്കുന്നത് ദൈവാത്മാവോ പരിശുദ്ധാത്മാവോ ആണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇത് വെറും വൃത്തികെട്ട പിശാച്. ഇത് സാത്താന്മാരല്ലേ ഈ നടക്കുന്നത്? ഇത് പറയുന്നത് വൃത്തികെട്ട പിശാചെന്നാ എന്റെ ഭാഷയിൽ പറയാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് പുള്ളികളുണ്ട്. ഞാന് ഒരു പ്രാവശ്യം ഇവനെ ഒന്ന് വിളിച്ച് സംസാരിച്ചതാ. എറണാകുളം ഡാമിയൻ. ഇവന്റെ യഥാർത്ഥ പേരെന്താണെന്നറിയാവോ? ഇവന്റെ പേര് തങ്കപ്പനെന്നോ കുട്ടപ്പനെന്നോ ഒന്നും അല്ല. ഇവൻ അങ്ങനെ എന്നാ ഈ ഡാമിയൻ ആയത്? ഈ ഫിലിം ഫീൽഡിലൊക്കെ വരുമ്പോഴത്തേക്ക് ഈ നടിമാര് പേര് മാറ്റുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ തങ്കമ്മ എന്നുള്ളവള് വേറെ പുതിയ ന്യൂ ജനറേഷൻ പേര് സ്വീകരിക്കും എന്ന് പറഞ്ഞ പോലെ ഇവൻ ഡാമിയൻ, ഇവൻ മറ്റേ അപ്പോത്തുലിയനായ ശേഷമല്ലേ ഇവൻ ഈ പ്രകാരം ഒരു പേര് മാറ്റിയത്? അതൊക്കെ അതെ. ഞാനൊരു ദിവസം സൂര്യ ടിവിയിലാണ് ഇവന്റെ പ്രോഗ്രാം കാണുന്നത്. അപ്പൊ ഇവൻ പറഞ്ഞ വെളിവുകേട് യാതൊരു ഉളുപ്പുമില്ലാതെ ഇവൻ എഴുന്നള്ളിച്ച എന്നാന്ന് ചോദിച്ചാൽ, കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട് സഹോദരിമാര് പ്രാർത്ഥിക്കുമ്പോ തലേ തുണിയിടണമെന്നുള്ളത് വ്യവസ്ഥയാണ്. അപ്പൊ ഇവൻ ഇതിന് പറഞ്ഞ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കൊരിന്ത്യ സഭയ്ക്കുള്ളതാ, നമുക്കുള്ളതല്ല എന്നാണ് അവൻ പറഞ്ഞതും പഠിപ്പിച്ചതും. അത് ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ഈ അപ്പോസ്തലന്മാരുടെ ഇതുപോലുള്ള ഈ വചനക്കൊള്ളക്കാരന്മാരുടെ അടുത്ത് വചനം കേൾക്കാൻ പോയത് കൊണ്ടല്ലേ അവൻ വചനത്തെ ഇതുപോലെ വളച്ചൊടിച്ച് അവന്റെ താല്പര്യപ്രകാരം, അവന്റെ ഇംഗിതപ്രകാരം അവൻ വചനത്തെ വളച്ചൊടിക്കുന്നത്? ഇതുപോലെ മണ്ടന്മാർ, അവൻ വിശുദ്ധ വേദ പുസ്തകം വായിക്കത്തില്ല, അവന് വചനം അറിയത്തില്ല, അവൻ പോയി ഇവന്റെ മുന്നിൽ വായും പൊളിച്ചിരിക്കുന്നത് കൊണ്ടല്ലേ ഇവന്റെ ഈ ദുരുപദേശം ഈ ആളുകൾ കേൾക്കേണ്ടി വരികയും അതിന്റെ പിന്നാലെ പോവുകയും ചെയ്യേണ്ടത്? അതെ, തീർച്ചയായിട്ടും. അത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നമ്മളൊരു പുതിയ സംവിധാനം, ഒരു പുതിയ കൂട്ടായ്മ നമ്മൾ ആരംഭിച്ച് ഞങ്ങൾ പറയുന്നത്, എന്റെ ഭവനം എന്റെ ആലയം, വീട്ടിലിരുന്ന് നീ കുടുംബസമേതം പ്രാർത്ഥിക്കുക. ഇവന്റെ മുമ്പിൽ പോയി ഇരിക്കാൻ പോകുന്നത് കൊണ്ടായി കുഴപ്പമെന്നാ ഞാൻ മുമ്പേയും പറഞ്ഞത്. അന്നേരം അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അവനവൻ
ആ വചനം വായിച്ച് ഗ്രഹിച്ച് അത് അപഗ്രഥിച്ച് അവന്റെ ബുദ്ധിയിൽ അവന് തെളിഞ്ഞു വരും. അവന് തീർച്ചയായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് അവന് വെളിപ്പെടുത്തത്തില്ലേ? തീർച്ചയായിട്ടും വെളിപ്പെടുത്തും. വചനത്തിൽ മറിഞ്ഞു കിടക്കുന്ന സത്യങ്ങൾ അവൻ വായിച്ചാൽ അവന് വെളിപ്പെടും. അവൻ അതിനനുസരിച്ച് ജീവിക്കാം. അതുകൊണ്ട് നമുക്ക് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതാണ്: അവനവൻ ആരുടെയും വചനം കേൾക്കാൻ പോകാതെ, ഒരു ഇടനിലക്കാരുടെയും വചനം അവനവൻ വീട്ടിലിരുന്ന് അവൻ മനസ്സിരുത്തി വചനം വായിക്കുക, ധ്യാനിക്കുക. അവൻ അതിന്റെ പൊരുൾ വെളിപ്പെടും. തീർച്ചയായിട്ടും. ഈ സുനിൽ പലപ്പോഴും ഈ അന്യഭാഷകരെ കുറിച്ചുള്ള പല ദൈവദാസന്മാരും വന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. അവര് പറയുന്ന അന്യഭാഷയല്ല, ഇവര് പറയുന്ന അന്യഭാഷയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന പുള്ളികൾ ഒരു പ്രാവശ്യം ഒരു IPCയുടെ ഒരു പാസ്റ്റർ ഇതേപ്പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അത് ഈ സുനിലെ ചാനലിൽ തന്നെ കേട്ടു. പക്ഷെ പരിശുദ്ധാത്മാവ് ഏതാണെന്ന് ആരും പറയുന്നില്ല. അത് പരിശുദ്ധാത്മാവല്ല, ഇതല്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് മറുഭാഷ കേട്ടിട്ടോ അല്ലെ അന്യഭാഷ കേട്ടിട്ടോ നമുക്കത് അവനിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണോ എന്ന് മനസ്സിലാക്കുന്നതിനേക്കാളും നല്ലത് അവന്റെ പ്രവൃത്തി കണ്ട് അസസ് ചെയ്യുന്നതല്ലേ. അവൻ ഈ പറഞ്ഞ പോലെ ഈ എന്തൊക്കെയോ വായി വരുന്നത് വിളിച്ചു പറഞ്ഞിട്ട് അവൻ അവസാനം അവിടെ അങ്ങോട്ട് കർട്ടന് മറഞ്ഞു നിന്ന്, അറിയാമല്ലോ ആലപ്പുഴയിലെ ഒരുത്തൻ, അവൻ അവിടെ കർട്ടന് മറിഞ്ഞു നിന്ന് അവിടെ തന്നെ നിന്ന് മറ്റേ പരിപാടി നടത്തിയിട്ട് പോകുന്ന ഇവന്മാർക്കൊക്കെ ഇവനിലൊക്കെ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നെന്ന് പറഞ്ഞാൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണോ അവൻ ദൈവാത്മാവാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവന്റെ വാക്ക് യാതൊരു കാര്യമില്ല, അവന്റെ പ്രവൃത്തി എന്താണ് നമുക്ക് മനസ്സിലാക്കാം. ആമീൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ച ഉടനെ എന്നോട് പറഞ്ഞത്, ഞാൻ എപ്പോഴും ആരോട് സംസാരിച്ചാലും പറയും ഞാൻ വിശ്വാസി വന്നിട്ട് കുറച്ചേ ആയുള്ളൂ, 1 വർഷം അല്ലെ 1.5 വർഷം 2 വർഷം ഒക്കെ ആയുള്ളൂ, എനിക്ക് അതുകൊണ്ട് വചന പരിജ്ഞാനമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അപ്പൊ ഞാനും ഇതുപോലെ പറഞ്ഞ് ഡാമിനോട് തുടങ്ങി. അപ്പം ഡാമിൻ എന്നോടും പറഞ്ഞത്, ഇത് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയതാ, നമുക്കുള്ളതല്ല. അപ്പൊ എനിക്കറിയാം ഇത് ഫോൺ ഞാൻ പറഞ്ഞില്ല ഈ ഒരു വയറ്റിപ്പഴപ്പിന് വേണ്ടി ഈ പണി ചെയ്യുന്ന ഇവന്റെ പണികളെ കുറിച്ചൊന്നും നമുക്ക് സംസാരിച്ച് നമുക്ക് സമയം കളയണ്ട. കാരണം ഇവനിൽ വ്യാപരിക്കുന്നത് നമുക്കറിയാം. പിന്നെ നമുക്ക് അവനെ കുറിച്ച് അവൻ പറയുന്ന അവന്റെ പിച്ചും ബേയെ കുറിച്ച് നമുക്ക് സംസാരിച്ചതിന് നമ്മൾ സമയം കളയുന്നത്. അവനെ ജനങ്ങള് ഈ കളയ വിശ്വാസികൾ മനസ്സിലാക്കി അവനെ പറിച്ച് കളയുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ അവന്റെ പറഞ്ഞതിന്റെ കാര്യം തിരിക്കുന്നു. ഇന്നിപ്പം നമ്മൾ നോക്കുമ്പോ അവന് എന്താ പറയുന്ന സാമ്പത്തികമായിട്ട് വലിയ നിലയിൽ വന്നു, വീട് വെച്ചു, അല്ലെ അതുണ്ട് ഇതുണ്ട്, ഇതിനൊക്കെ ഒരു ദിവസമുണ്ട്. അതെന്തേലുമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇപ്പൊ കൊള്ളക്കാരന്മാര് വലിയ വീട് വെക്കുന്നില്ലേ, തട്ടിപ്പുകാരന്മാര് ചെയ്യുന്നില്ലേ, ഇതാ ശബരിമലയിൽ നിന്ന് മോട്ടിച്ചവന്മാര് വരെ വലിയ മണിമാളിക വെച്ചിട്ടുണ്ട്. ആ അതിനകത്തൊന്നും വലിയ അതുപോലെ കൊള്ള നടത്തുന്നവൻ ഇപ്പോഴും ഇതുപോലുള്ള പല സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് അവന് വലിയ മഹത്വം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവനെ അർഹിക്കുന്ന അവജ്ഞയോടെ നമ്മൾ തള്ളിക്കളയുക, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞത് ഇത്രേ ഉള്ളൂ, അങ്ങനാണെങ്കിൽ നീ ബൈബിൾ എടുക്കുകയും സംസാരിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. കാരണം ഇത് എനിക്ക് നിനക്ക് എഴുതിയതല്ല, ഇത് യഹൂദൻ എഴുതിയതാ. അവൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്ന് സ്വയം പര്യാപ്തതയിൽ എത്തുന്നോ അന്ന് ഇവനെ പോലുള്ള പുള്ളികളെല്ലാം പോകും. അത്രേ ഉള്ളൂ. അന്നേരം നമ്മൾ ഏവരും ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സകലരെയും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാക്കുക. അതിനിടയ്ക്ക് ഒരു ആളുകളുടെയും ഇടനിലക്കാരായിട്ട് ആവശ്യമില്ല. അവരെ വചനത്തിൽ ഉറപ്പിക്കുക. ഓരോരുത്തരും വേദപുസ്തകം വായിക്കുക, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, ആക്ഷൻ, ആ വചനത്തെ പ്രവൃത്തിപഥത്തിലാക്കുക. ബോംബെയിൽ ഒരു സഭയിൽ ചെന്ന സമയം ഒരു 70 വയസ്സ് പ്രായമുള്ളൊരു വർഷങ്ങൾക്ക് മുമ്പാ എന്നെ കണ്ടു, സംസാരിച്ച് പ്രേസിനോട് പറഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചത് പ്രവചനം ഉണ്ടോ എന്നാ ചോദിച്ചു. അപ്പൊ ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ അങ്ങ് തീരുമാനിച്ചു, ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്ന ഉണ്ടെന്ന് പറഞ്ഞു. ശുശ്രൂഷ എല്ലാം കഴിഞ്ഞിട്ടും ഈ ആന്റിയോടൊന്നും പറഞ്ഞുമില്ല, പ്രവചിച്ചുമില്ല. അവര് വിട്ടില്ല. അവരെന്നോട് വീണ്ടും ചോദിച്ചു, പാസ്റ്ററല്ലേ പറഞ്ഞ പ്രവചനം ഉണ്ടെന്ന്, പിന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ സകലത് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണ് ഈ സത്യവേദ പുസ്തകം. ഇത് വായിച്ചു പഠിക്കുക, അതിനനുസരിച്ച് ജീവിക്കുക. ഇതിൽ കഴിഞ്ഞൊരു പ്രവചനം എനിക്കില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ നമ്മൾ ഈ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കും മറ്റേ ഈ തത്തയൊക്കെ കേട്ടിരിക്കത്തില്ലേ, ഈ പ്രവചനം കാർഡ് എടുക്കുക പരിപാടിയൊക്കെ. അന്നേരം ഇതൊക്കെ കണ്ടു വളർന്ന ഒരു ഉള്ളിൽ അവരുടെ സട്ടിലായിട്ട് ഈ കിടക്കുന്ന ഇവരുടെ ഉള്ളിൽ ഇവന്മാർ ഇതെന്തോ ഒരു ദൈവികമായ കാര്യമാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള പല തട്ടിപ്പുകളും ഉടായ്പകളും നടത്തി ഇവന്മാർ വിളിച്ചു പറയുന്നു. സ്വാഭാവികമായിട്ടും ഇവരുടെ മുന്നിൽ പോയി ഒരു കൈ നീട്ടാനുള്ള, അതായത് തത്തയുമായിട്ടിരിക്കുന്ന കാക്കാലത്തിയുടെ അടുത്ത് പോയി കൈനീട്ടി കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ
ചില സമയങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാകും. അതായത് ഒരു മനുഷ്യന് എന്തെങ്കിലും ദുരിതമോ രോഗമോ പീഡയോ പ്രതിസന്ധിയോ വരുമ്പോഴത്തേക്കും അത് അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാന്ന് അവൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. എന്നേരം ഇവരുടെ കയ്യിൽ വെച്ച് കൈ കൊണ്ട് നീട്ടിക്കൊടുക്കുമ്പോഴത്തേക്ക് ഇവർ പറയും ഇത് മുജ്ജന്മ പാപമാണ്, അല്ലെ നിങ്ങളുടെ പിതാക്കന്മാരുടെ മറ്റേ കർമ്മഫലമാണ് മറ്റേതാന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവന്റെ കുറവ് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. എന്നിട്ട് ഇവനൊരു സ്വാഭാവികമായ ഒരു ചെറിയ സുഖം കിട്ടും. ഇതിനപ്പുറത്തേക്ക് ഇതിനകത്തൊന്നുമില്ല. ഞാൻ ഇത് പഠിപ്പിക്കുകയും ചെയ്യുമ്പോ ഞാനിത് പറയാം. ഹിന്ദുക്കൾ വന്ന് കൈ കാണിക്കും, അതായത് കയ്യിലെ രേഖ നോക്കിയിട്ട് പറയാൻ പറയും. പെന്തക്കോസുകാരെന്ന് പറയുന്നത് തലയും കൊണ്ട് നടക്കുക. ഇതേ ഉള്ളു വ്യത്യാസം. ഹിന്ദുക്കൾ കൈ കാണിച്ചിട്ട് പറയും എന്റെ കാര്യമൊന്ന് പറഞ്ഞെന്ന് പറയും. കാരണം ഇവൻ അധ്വാനിക്കാതെ ഇവന് നന്മയിലേക്ക് പോകണം. പെന്തക്കോസുകാരൻ ചെയ്യുന്ന പണി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള ദേശം മുഴുവൻ പ്രവാചകന്റെ മുമ്പിൽ തല കൊണ്ട് കാണിച്ചിട്ട് പറയും എന്റെ തലയിലോട്ടൊന്ന് കൈ വെച്ച് എന്നിട്ടൊന്ന് പറഞ്ഞെന്ന് പറയും. ഇതാ വ്യത്യാസം. ഇത് രണ്ടും ഒന്ന് തന്നെയാ. അന്നേരം ഞാൻ പറഞ്ഞില്ല, ഈ ഒരു മൊണ്ണകളുടെ ശരാശരി ഒരു മാനസികാവസ്ഥയാണ്. അത് സാത്താനെങ്കിൽ സാത്താൻ, ദൈവമെങ്കിൽ ദൈവം, ഏതവനാണേലും കുഴപ്പമില്ല. എനിക്ക് എന്റെ ഭാവിയെ കുറിച്ച് പറയണം, എന്റെ മക്കൾ വിദേശത്ത് പോകുമെന്നറിയണം, ഞാൻ വലിയ വീട് പണിയുമോന്നറിയണം, എന്റെ ദാരിദ്ര്യം പോകുമെന്നറിയണം. അത് സാത്താനെങ്കിൽ സാത്താൻ, ദൈവമെങ്കിൽ ദൈവം, ആരായാലും കുഴപ്പമില്ല. എനിക്ക് അതായത് എന്റെ ഭാവി നാളെ ഞാൻ എന്താകുമെന്നുള്ളത് എനിക്കൊന്ന് അറിയണം. ഇത്രേ ഉള്ളൂ. എന്നാൽ അവൻ കർമ്മം ചെയ്യേണ്ടുന്ന, അവന്റെ ജോലി ചെയ്യേണ്ടുന്ന സമയത്താണ് ഇവൻ വന്ന് ഈ കുത്തി ഈ പൈശാചിക കേന്ദ്രങ്ങളിൽ പോയി ഇരിക്കുന്നതെന്ന് ഓർത്തോണം. അവന്റെ പണി ചെയ്യാതെ അവൻ അടുത്തുള്ളവന്റെ വളർച്ച കണ്ടുകൊണ്ട് അവന് കഷ്ടപ്പെട്ടു അധ്വാനിച്ചു അവൻ ഉണ്ടാക്കുന്നത് കണ്ട് അവന് സഹിക്കാൻ വയ്യാതെ അവൻ പോയി ഇരിക്കുക. ഇവനെ പോലെ എനിക്കാകണം. അന്നേരം ആരെങ്കിലും പറയും അത് അത് കുർവാസനത്തിൽ ജോസഫിന്റെ അടുത്ത് പോയി ഓടപ്പടി എടുത്തോണ്ടാ, അല്ലെ അത് വേളാങ്കണ്ണി പോയോണ്ടാ, അല്ലെ മറ്റേ ഉടായ്പ് മറ്റേ ചൊറിയൻ താരുവിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചോണ്ടാ. അന്നേരം അങ്ങോട്ട് ഓടുക. ഓരോ സ്ഥലത്ത് പോയ ഒരു 100-500 രൂപ അതും കൈ ചൂട്ടി പിടിച്ചോട്ട് ഓടുക. കിട്ടിയ മല പോയാൽ 500 എന്ന് പറഞ്ഞ പോലെ. ആ ഊളന്റെ ശരീരത്തിലുള്ള പാട് കളയാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല പ്രാർത്ഥിച്ചിട്ട്. എന്നിട്ട് ആർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.